പെപ്പെ, അർജുന അശോകൻ, പിന്നെ ദീപു, അങ്ങനെ ഗോപു, അങ്ങനെ കുറേ കടികളുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ഓളമാണ് പടം. സാഗർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സാഗർ. അവൻ ഒരുപാട് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവനെ വിളിക്കാറുണ്ട്, അവൻ ഇപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്. ഞാൻ എൻ്റെ പടം കൊണ്ട് പറയുന്നില്ല, നല്ല രസമുണ്ട് ആക്ച്വലി. ഈ മൊമെൻ്റ് ഒരുപാട് ആഗ്രഹിച്ചതാ, അപ്പോൾ അത് സംഭവിച്ചു. ഞാനൊക്കെ ഈ ഒരു മൊമെന്റ് വീട്ടിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ വരുമ്പോഴാണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചേ. പക്ഷെ റിയാലിറ്റിയിൽ വന്നപ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ ഓരോ കയ്യടിയും അത്രമേൽ സന്തോഷം തരുന്ന ഇതാണ്. ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റി, അത് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. സഞ്ജലിക്കും മൻസൂറിക്കും എൻ്റെ ടീമിനും ഇത്തിരി ഓരോരുത്തരും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. സാഗറിനോട് തന്നെ ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം സാഗർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സാഗർ. അവൻ ഒരുപാട് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവനെ വിളിക്കാറുണ്ട്, അവൻ ഇപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്. സാഗറിനടുത്ത് ഒരുപാട് നന്ദി. ഈ ഒരു ടീം എങ്ങനെയുണ്ടായിരുന്നു? കാരണം നമ്മുടെ ടീമല്ലല്ലോ, ആ ഒരു ടീമായിട്ട് വീണ്ടും ഒരു കോളേജ് പോയി കുടിക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഇതിനകത്തെല്ലാം നമ്മൾ സെയിം ഏജുള്ള ആൾക്കാരാണ്. കറക്റ്റ് ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഒരു കോളേജ് വൈബ് തന്നെയായിരുന്നു. രാത്രി ഒരു വീട്ടിലായിരുന്നു സ്റ്റേ. അവിടെ നിന്ന് രാവിലെ വണ്ടി വരുന്നു, കോളേജിൽ പോകുന്ന ഒരു ഹോസ്റ്റൽ വൈബ് തന്നെയായിരുന്നു. അത് ആ സിനിമയിലും കാണാനുണ്ട്. നമ്മളൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണ്, ഇതിൻ്റെ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. അഭിനയിച്ച് പോയതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡബിന് എൻ്റെ കുറച്ച് കട്ട്സ് കണ്ടു എന്നല്ലാണ്ട് ഈ പടം മൊത്തം കട്ടായി മൊത്തത്തിൽ സെറ്റായി വന്നപ്പോൾ ഐ എം സോ ഹാപ്പി. അമ്മൊരു രസമുണ്ട്. ഞാൻ എൻ്റെ പടം കൊണ്ട് പറയുന്നില്ല, നല്ല രസമുണ്ട് ആക്ച്വലി. വേണം, ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ കുറച്ച് ഇമോഷണലി വീക്കാ ബേസിക്കലി. അപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങൾ പടം കണ്ടില്ല, അപ്പോൾ ഞങ്ങളെല്ലാവരും അത്യാവശ്യം നല്ലപോലെ എഫേർട്ടൊക്കെ ഇട്ട്, എല്ലാ സിനിമയ്ക്കും എഫേർട്ട് വേണം, അതങ്ങനെ എടുത്ത് പറയല്ല, എഫേർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നിലവിൽ നല്ലത് പറയുന്നുണ്ട് ആളുകൾ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നിങ്ങൾക്ക് ജെന്യൂൻ റിവ്യൂസ് വന്നു തുടങ്ങും. ഒരുപാട് സന്തോഷമുണ്ട്. ഈ മൊമെൻ്റ് ഒരുപാട് ആഗ്രഹിച്ചതാ, അപ്പോൾ അത് സംഭവിച്ചു. ഇനി എല്ലാവരും ബാക്കിയുള്ള പ്രേക്ഷകർ കാണട്ടെ. എന്നിട്ട് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ബാക്കിയുള്ള നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ട് അവരതിൻ്റെ ഒരു റിവ്യൂ പറയട്ടെ. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തൊരു മൂവിയാണ്. ഇതൊരു ചെറിയ മൂവിയാണെന്ന് കരുതിയിട്ട് ആരും വന്ന് കാണാതിരിക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ. ഓക്കെ, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളും ചെറിയൊരു പുള്ളിക്ക് വിളിച്ചിട്ടുണ്ട്. പെപ്പെ, അർജുന അശോകൻ, പിന്നെ ദീപു, അങ്ങനെ ഗോപു, അങ്ങനെ കുറേ കടികളുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ഓളമാണ് പടം. പടമാണ് ഉല്ലാസിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പടമല്ലേ. അടിപൊളി ചെമ്പൻ പോയാൽ കട്ടിച്ചു വിളിച്ചിട്ടുണ്ട്.